ഒരു ദിവസം സ്പെയിനിലെ ബെർണാബ്യൂ സ്റ്റേഡിയത്തിലേക്കാണ് ലോകത്തിലെ എല്ലാ കാൽപന്ത് ആരാധകരും ഉറ്റുനോക്കുന്നത്. കാരണം ഏറ്റുമുട്ടുന്നത് രണ്ട് തുല്യശക്തികൾ തമ്മിലാണ്. അതെ, റയൽ മാഡ്രിഡ് വേഴ്സസ് ബാർസലോണ. പോയിന്റ് ടേബിളിലെ ഒന്നും രണ്ടും സ്ഥാനക്കാർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് കാണാൻ റയലിന്റെ സാന്റിയാഗോ ബെർണാബ്യൂ സ്റ്റേഡിയം മുഴുവൻ ആരാധകരാൽ നിറഞ്ഞിരുന്നു. ഈ ഒരു മത്സരം രണ്ട് ടീമുകൾക്കും വളരെ പ്രധാനപ്പെട്ടതാണെന്നറിയാൻ ആ ഒരു പോയിന്റ് ടേബിൾ മാത്രം നോക്കിയാൽ മതി. 75 പോയിന്റോടെ റയൽ ഒന്നാമതാണെങ്കിൽ 72 പോയിന്റുകളുമായി തൊട്ടു താഴെ തന്നെ ബാർസലോണയുമുണ്ട്. അന്ന് റയലിനെ പരിശീലിപ്പിക്കുന്നത് സിനദീൻ സിദാൻ എന്ന മാസ്റ്റർ ബ്രെയിനാണ്. റയലിന്റെ സ്ക്വാഡിലേക്ക് വരികയാണെങ്കിൽ റാമോസ് മുതൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അടക്കം ഒരുപാട് മികച്ച താരങ്ങൾ അണിനിരക്കുന്ന ടീമായിരുന്നു റയൽ മാഡ്രിഡ്. അവരുടെ മുന്നേറ്റ നിരയിലായിരുന്നു എല്ലാ മാഡ്രിഡിസ്റ്റ് ആരാധകരും വിശ്വാസം അർപ്പിച്ചിരുന്നത്. BBC എന്ന മൂവർത്രയത്തെ ഇപ്പോഴും അങ്ങനെ ആർക്കും മറക്കാൻ സാധിക്കില്ല. മറുവശത്ത് കാറ്റലോണിയക്കാരുടെ പ്രതീക്ഷ മുഴുവൻ ആ 10ാം നമ്പറുകാരൻ്റെ കൈകളിലായിരുന്നു. ഇനിയസ്റ്റ മുതൽ മെസ്സിയും സുവാരസും അടക്കമുള്ള ഒരു മികച്ച സ്ക്വാഡുമായി തന്നെയാണ് ബാർസലോണയും പോരാട്ടത്തിനായി ഇറങ്ങുന്നത്. ഒടുവിൽ എല്ലാത്തിനുമുപരി കാൽപന്ത് ലോകം കണ്ണും നട്ട് കാത്തിരിക്കുന്നത് ആ രണ്ട് വ്യക്തികളിലേക്കാണ്. 2 ഡീക്കേഡുകളായി ഫുട്ബോൾ എന്ന സുന്ദരമായ ഗെയിമിനെ തൻ്റെ കാൽക്കീഴിലാക്കിയ 2 പേർ, സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡ് ലിയണൽ മെസ്സി. അങ്ങനെ റയലിൻ്റെ കിക്കോടുകൂടി ആവേശകരമായ മത്സരത്തിന് തുടക്കം കുറിക്കുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ റയലിന്റെ മുന്നേറ്റത്തെ ഉമിറ്റിറ്റി ഡിഫെൻഡ് ചെയ്യുന്നു. അതിനെ തുടർന്ന് റൊണാൾഡോ അവിടെ പെനാൾട്ടിക്ക് വേണ്ടി അപ്പീൽ ചെയ്യുന്നത് കാണാം. ഇവിടെ വീണ്ടും റൊണാൾഡോ തന്റെ മാജിക്കൽ ടച്ചിലൂടെ പിക്കയെ മറികടന്ന് പോസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്തെങ്കിലും യാതൊരു അപകടങ്ങളും സൃഷ്ടിക്കാതെ ഗോൾ കീപ്പർ ടെർ സ്റ്റെഗൻ കയ്യിലൊതുക്കുന്നു. മറുവശത്ത് ബാർസലോണയും ലോകം ഉറ്റുനോക്കുന്ന എൽ ക്ലാസിക്കോയെ ആവേശത്തിലാക്കുന്നു. പെനാൾട്ടി ബോക്സിന്റെ പുറത്തു നിന്നും സുവാരസ് തൊടുത്തുവിട്ട പന്ത് നിർഭാഗ്യവശാൽ പുറത്തേക്ക് തന്നെ പോകുന്ന കാഴ്ച. സാക്ഷാൽ മെസ്സിയെ പൂട്ടാൻ വേണ്ടി റയലിന്റെ നെടും തൂണായ കസിമിറോയ്ക്ക് ഫൗൾ ചെയ്യേണ്ടി വന്നു. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് റഫറി മഞ്ഞക്കാർഡും പുറത്തെടുക്കുന്നു. വീണ്ടും ആ 30 വയസ്സുകാരനെ പിടിക്കാൻ കഴിയാതെ റയൽ താരങ്ങൾക്ക് ഒന്നും ചെയ്യാൻ അവസരം കൊടുക്കാതെ മെസ്സി റാക്കറ്റിച്ചിലേക്ക് പന്ത് കൈമാറാൻ ശ്രമിച്ചെങ്കിലും കൃത്യമായി ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ആ അപകടം ഒഴിവാക്കുന്നു. ഇവിടെ മെസ്സി റയൽ മാഡ്രിഡിനെ പരീക്ഷിക്കുമ്പോൾ മറുഭാഗത്ത് BBC എന്ന ബെയിൽ ബെൻസിമ ക്രിസ്ത്യാനോ സഖ്യം ബാർസയ്ക്ക് വലിയ തലവേദന തന്നെയാണ് സൃഷ്ടിക്കുന്നത്. മെസ്സിയെ തടയാൻ വേണ്ടി റയൽ താരങ്ങൾ നിരന്തരമായി ഫൗൾ ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. മാർസലോയുടെ കൈ മെസ്സിയുടെ മുഖത്ത് തട്ടുന്നു. അതിനു മുന്നോടിയായി അവിടെ ചോര വരുന്നതും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അതിനുശേഷം റൊണോയുടെ ഒരു ബുള്ളറ്റ് ഷോട്ടിനെ ടെർ സ്റ്റെഗൻ മനോഹരമായി സേവ് ചെയ്യുന്നു. പല പ്രാവശ്യവും മാഡ്രിഡിന് ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അത് അവർക്ക് ലക്ഷ്യത്തിലെത്തിക്കാൻ മാത്രം കഴിയുന്നില്ല. എന്നാൽ മത്സരം അതിന്റെ അങ്ങേയറ്റം വീറും വാശിയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് 28ാം മിനിറ്റിൽ കോർണറിൽ നിന്നും തട്ടിത്തെറിച്ച പന്ത് മാർസലോയുടെ കാലുകളിലേക്ക്. മാർസലോ പന്തിനെ ബ്യൂട്ടിഫുള്ളായി റാമോസിലേക്ക് വെച്ച് നീട്ടുന്നു. ഒരു നിമിഷം പിഴച്ചു പോയി എന്ന് കരുതിയവിടെ കസിമിറോ സിമ്പിളായി അവിടെ വലകൊലുക്കുന്നു. ബെർണാബ്യൂ സ്റ്റേഡിയം മാഡ്രിഡിസ്റ്റിയുടെ ഗാനം കൊണ്ട് പൊട്ടിത്തെറിക്കുന്നു. മത്സരം 30ാം മിനിറ്റിലേക്ക് കടക്കുമ്പോൾ റയൽ മാഡ്രിഡ് 1 ബാർസലോണ 0. പക്ഷേ ബെർണാബ്യൂവിലെ മാഡ്രിഡിസ്റ്റിയുടെ ഗാനം 5 മിനിറ്റിന് മാത്രമായിരുന്നു. 34ാം മിനിറ്റിൽ അവരുടെ അന്തകനായി ലിയണൽ മെസ്സി കടന്നു വരുന്നു. റോബർട്ടോയിൽ നിന്നും നേരെ പന്ത് മെസ്സിയിലേക്ക്. മെസ്സി തന്റെ ഇടം കാലുകൊണ്ട് നിഷ്പ്രയാസം ഗോൾ കീപ്പർ കൈലർ നവാസിനെ മറികടന്ന് പന്ത് ഗോൾ വല ചുംബിച്ചപ്പോൾ ഒരു നിമിഷത്തേക്ക് സാന്റിയാഗോ ബെർണാബ്യൂ നിശബ്ദമാകുന്നു. ഇറ്റ്സ് 1-1. അന്ന് ലൈവായി കളി കണ്ട ഏതൊരാൾക്കും ഈ മത്സരത്തിന്റെ ഫീല് തിരിച്ചറിയാൻ പറ്റും. ഇവിടെ ലൂക്ക മോഡ്രിച്ചിന്റെ ഒരു വെടിയുണ്ട. അന്നത്തെ ബാഴ്സയുടെ വലകാക്കുന്ന മനുഷ്യനെ നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ടെർ സ്റ്റെഗൻ, വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ കീപ്പർ ഇൻ ദി ഫുട്ബോൾ ഹിസ്റ്ററി. അങ്ങനെ വീണ്ടും ആ വാശിയേറിയ പോരാട്ടം പുനരാരംഭിക്കുന്നു. ലിയോയുടെ ഇടംകാലിൽ നിന്നും ഉത്ഭവിച്ച സുന്ദരമായൊരു ഷോട്ട് ഗോൾ പോസ്റ്റിന് തൊട്ടുരുമ്പി പോകുന്നു.
ഫസ്റ്റ് ഹാഫിന്റെ ഇഞ്ചുറി ടൈമിൽ ബാർസ ഒരു കോർണർ വിൻ ചെയ്യുന്നു. റാക്കിട്ടിച്ചെടുത്ത കോർണർ ഗോൾ കീപ്പർ കെയ്ലർ നവാസിനെ മറികടന്ന് മെസ്സിയിലേക്ക്. ഏവരും തലയിൽ കൈവച്ച് പോയ നിമിഷം ഓപ്പൺ ചാൻസ് ലഭിക്കവേ നിർഭാഗ്യവശാൽ പന്ത് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ആ ഒരു മൊമെന്റോടുകൂടി 1-1 എന്ന സ്കോർ ലൈനിൽ മത്സരം ഹാഫ് ടൈമിലേക്ക്. ഹാഫ് ടൈമിന് ശേഷം ഇരു ടീമുകളും മാറ്റങ്ങളൊന്നും വരുത്താതെ അടുത്ത 45 മിനിറ്റ് ജയം എന്ന ഒറ്റ ലക്ഷ്യത്തോടെ കളത്തിലേക്ക് ഇറങ്ങുന്നു. റയൽ മാഡ്രിഡിന്റെ മുന്നേറ്റം. ബെൻസിമയുടെ ഡേഞ്ചറസ് ലോ ക്രോസ്, പക്ഷേ അവിടെ കൃത്യമായി യാതൊരു പിഴവും വരുത്താതെ പിക്കെ ബാഴ്സയുടെ രക്ഷകനാകുന്നു. ഇവിടെ വീണ്ടും റയലിന്റെ ഒരു ആക്രമണം. മാർസലോ ടു ടോണി ക്രൂസിന്റെ കേർവിംഗ് ഷോട്ട് കൂളായി ടെർ സ്റ്റെഗൻ അതും തട്ടി അകറ്റുന്നു. റയൽ മാഡ്രിഡ് കൂടുതൽ അപകടകാരികളാകാൻ തുടങ്ങി. പക്ഷേ വീണ്ടും അവർ ആക്രമിക്കുമ്പോഴും അതിനെയെല്ലാം ഒരു പർവ്വതം പോലെ തടയാൻ ബാഴ്സയുടെ കാവൽമാലാക ടെർ സ്റ്റെഗൻ അവിടെ നിലയുറയ്ക്കും. എന്നാൽ ഇവിടെ ടെർ സ്റ്റെഗൻ ആണെങ്കിൽ മറുഭാഗത്ത് കെയ്ലർ നവാസ് എന്ന പോരാളിയാണ്. പിക്കിയുടെ ഹെഡറിനെ അമേസിംഗ് സേവിലൂടെ അവരുടെ ഗോൾ വല സംരക്ഷിക്കുന്നു കെയ്ലർ നവാസ്. മാർസലോ അഗ്നിച്ചിറകുമായി വിങ്ങുകളിൽ പാറി നടക്കുന്ന മാലാക അദ്ദേഹത്തിന്റെ ക്രോസിനെ വളരെ ഭംഗിപൂർവ്വം ജോർഡി ആൽബ ക്ലിയർ ചെയ്യുന്നു. ഇവിടെ അതിവേഗത്തിലുള്ള അസൻസിയുടെ മുന്നേറ്റം. റൊണാൾഡോ നിർഭാഗ്യമെന്നല്ലാതെ വേറെ ഒന്നും എനിക്കിതിൽ നിന്നും പറയാനില്ല. അൺലക്കി ഫോർ റയൽ മാഡ്രിഡ്. മത്സരം സമനിലയിൽ നിൽക്കെ ഇനീസ്റ്റയുടെ ഒരു വണ്ടർ പാസ് നേരെ സുവാരസിന്റെ വോളി ഷോട്ട്. എന്നിരുന്നാലും കെയ്ലർ നവാസ് എന്ന പോരാളി പർവ്വതത്തിന് തുല്യമായി കൊണ്ട് ഗോൾ വല കുലുക്കാൻ അനുവദിക്കുന്നില്ല. മത്സരം കൂടുതൽ ആവേശത്തിലാകുന്നു. ബാഴ്സയുടെ മുന്നേറ്റങ്ങളെല്ലാം റയൽ തടഞ്ഞിടുന്നു. അതേപോലെ തന്നെയാണ് റയലിന്റെ അറ്റാക്കുകളെല്ലാം നിഷ്പ്രയാസം ബാഴ്സയും തടഞ്ഞിടുന്നത്. എന്നാൽ ദൈവം റാക്കിട്ടിച്ച് എന്ന ക്രൊയേഷ്യൻ മിഡ്ഫീൽഡറെ രക്ഷകനായി അവിടെ പറഞ്ഞയക്കുന്നു. ഒരു ബുള്ളറ്റ് സ്ട്രൈക്ക്. കെയ്ലർ നവാസിന് യാതൊരു അവസരവും കൊടുക്കാതെ ഗോൾ വലയിലേക്ക് തുളച്ച് കയറ്റുന്നു. ബാർസലോണ ലീഡ്സ് നൗ 2-1. നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം റയൽ താരങ്ങളുടെ ആവേശം. അവർ രണ്ടും കൽപ്പിച്ച് തന്നെ മുന്നേറാൻ തുടങ്ങി. പക്ഷേ റയലിന്റെ നായകൻ സെർജിയോ റാമോസ് മെസ്സിയെ ടാക്കിൾ ചെയ്യുന്നു. റഫറി ഹെർണാണ്ടസ് സ്ട്രൈറ്റ് റെഡ് കാർഡ് പുറത്തെടുക്കുന്നു. റയലിന് അത് വലിയ തിരിച്ചടി തന്നെയാണ്. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം ഈ മത്സരത്തിന്റെ എല്ലാ ആവേശവും ആ ഒരു സീനിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം. റാമോസ് പോയതോടെ ബാഴ്സ കുറച്ചുകൂടി അറ്റാക്ക് ചെയ്ത് കളിക്കാൻ തുടങ്ങി. ഇവിടെ പിക്കയ്ക്ക് സ്കോർ ബോർഡിൽ 3 ആക്കാമായിരുന്നു. പക്ഷേ കെയ്ലർ നവാസ് സേവ് ചെയ്തുകൊണ്ട് റയൽ ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്ന കാഴ്ച. എല്ലാവരും പ്രതീക്ഷ വെച്ച പോലെ തന്നെ മത്സരത്തിന്റെ 85-ാം മിനിറ്റിൽ മാർസലോയുടെ ക്രോസിനെ പകരക്കാരനായി വന്ന കൊളംബിയൻ സ്ട്രൈക്കർ ജെയിംസ് റോഡ്രിഗസിന്റെ നൈസ് ടച്ചിലൂടെ ഗോൾ വല കുലുക്കുന്നു. റെഗുലർ ടൈം അവസാനിക്കാൻ 5 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ റയൽ ഒപ്പത്തിനൊപ്പം എത്തുന്നു. നൗ റയൽ മാഡ്രിഡ് 2 ബാർസലോണ 2. അസൻസിയോ ഒരു ഷോട്ട് തീർക്കുന്നു. പക്ഷേ ടെർ സ്റ്റെഗൻ ബാഴ്സയുടെ രക്ഷകനായി അവതരിക്കുന്നു. അങ്ങനെ മത്സരം അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ അങ്ങ് സ്പെയിൻ മുതൽ കേരളത്തിലെ ഓരോ കാൽപന്ത് ആരാധകരും ഒട്ടും വിചാരിക്കാത്ത, അവരൊന്നും ചിന്തിക്കാത്ത ഒരു മൊമെന്റ് നടക്കുന്നത്. അതിവേഗത്തിൽ സെർജിയോ റോബർട്ടോയുടെ മുന്നേറ്റം ജോർഡി ആൽബയിലേക്ക്. ആൽബിയിൽ നിന്നും നേരെ മെസ്സിയിലേക്ക്. മെസ്സിയുടെ ബ്യൂട്ടിഫുൾ ഷോട്ടിലൂടെ മഴവിലഴകുമ്പോൾ ഒരു പന്ത് റയലിന്റെ വലയിലേക്ക് സ്പർശിക്കുന്നു. സ്കോർ ബോർഡിൽ 3-2. തന്റെ 500ാം ഗോൾ ഒരു മാസ്റ്റർ പീസ് മൊമെന്റിലൂടെ അദ്ദേഹം സ്വന്തമാക്കുന്നു. അതിനുശേഷം മെസ്സി കാണിക്കുന്ന ഒരു സെലിബ്രേഷൻ ഉണ്ട്. മാഡ്രിഡ് ആരാധകരുടെ മുന്നിൽ പോയി തന്റെ ജേഴ്സി മൂല്യമുള്ള ഒരു സെലിബ്രേഷൻ. ഇന്നും അത് കാണുമ്പോൾ ഓരോ ബാഴ്സ ആരാധകർക്കും അതേപോലെ തന്നെ മെസ്സി ആരാധകർക്കും രോമാഞ്ചമാണ്. എന്നാൽ മറുഭാഗത്ത് റൊണാൾഡോ എന്ന മാന്ത്രികൻ വളരെയധികം ദേഷ്യവും സങ്കടവുമായി അവിടെ നിൽക്കുന്നുണ്ട്. ബാർസലോണ ആരാധകരും അതേപോലെ തന്നെ റൊണോ ഹെയ്റ്റേഴ്സും CR7 എന്ന് കളിയാക്കി പറയുകയാണ്. ഇതിന് പകരമായി എന്തെങ്കിലും കൊടുക്കണമെന്ന് അയാൾ ഉറപ്പിച്ച് വെച്ചെന്നിരിക്കണം. കാരണം ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്.
വാശിയും വീറുമുള്ള ഈ പോരാട്ടം അങ്ങനെ 3-2 എന്ന സ്കോർ ലൈനിൽ സാക്ഷാൽ മെസ്സിയുടെ മാജിക് കൊണ്ട് വിജയിച്ച് പോയിന്റ് ടേബിളിൽ ഒപ്പം പിടിച്ചിരിക്കുന്നു FC ബാർസലോണ. റൊണോ ആരാധകരും അതേപോലെ തന്നെ മാഡ്രിഡ് ആരാധകരുടെ മനസ്സിലും ഇപ്പോൾ തീയായിരിക്കും. ഇതിന് പകരം ഞങ്ങൾ തിരിച്ചു കൊടുക്കുമെന്ന വിശ്വാസത്തോടെ മാഡ്രിഡ് ആരാധകർ തിരികെ മടങ്ങുന്നു, ഒപ്പം റൊണാൾഡോയും.